+2 കോഴക്കേസിൽ മുസ്ലിം ലീഗ് നേതാവായ കെ.എം. ഷാജിക്ക് ഇപ്പോൾ ആശ്വസിക്കാം. ഷാജിക്കെതിരായ വിജിലൻസ് കേസ് റദ്ദാക്കിയതിന് എതിരായ ഹർജികളെല്ലാം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ഷാജിക്കെതിരെ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ നടപടി. സംസ്ഥാന സർക്കാരിനും ഇഡിക്കും കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. കെ.എം. ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ സാധൂകരിക്കുന്ന ഒരു മൊഴി പോലും ഇല്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇത് എന്ത് തരം കേസാണ് എന്നും 54 സാക്ഷിമൊഴികൾ പരിശോധിച്ചുവെന്നും ഇങ്ങനെയെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും ഓരോ കേസിൽ പ്രതിയാക്കാമല്ലോ എന്നും കോടതി പറഞ്ഞു. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പണം ആവശ്യപ്പെട്ടു, വാങ്ങി തുടങ്ങിയ മൊഴികളല്ല വേണ്ടതെന്നും കോടതി പറയുകയുണ്ടായി. അതേസമയം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് പൂർത്തിയാകാതെ കേസ് റദ്ദാക്കിയത് ശരിയല്ല എന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയാണ് ഷാജി കുറ്റക്കാരൻ ആണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടത് എന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ ഏതൊരു രാഷ്ട്രീയക്കാരനെതിരെയും ബാലിശമായ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ സർക്കാരുകൾക്ക് അനുമതി നൽകുന്നതിന് തുല്യമാകുമെന്നായിരുന്നു കോടതി ഈ വിഷയത്തിൽ മറുപടി നൽകിയത്. സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തിയാണ് മുസ്ലിം ലീഗ് നേതാവായ കെ.എം. ഷാജി. ഷാജിക്കെതിരായ കേസ് ഹൈക്കോടതി തള്ളിയിട്ടും വൈരാഗ്യബുദ്ധിയിൽ സുപ്രീം കോടതിയിൽ പോയ സംസ്ഥാന സർക്കാരിന് ഏറ്റ കനത്ത തിരിച്ചടി എന്നാണ് ഇപ്പോൾ ഈ വിഷയത്തെ ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാരും ഇഡിയും നൽകിയ ഹർജികൾ തള്ളിയത് ഇപ്പോൾ നാണക്കേട് സൃഷ്ടിച്ചുവെന്നും പറയുന്നുണ്ട്. കോഴക്കേസിൽ ഷാജിക്കെതിരെ മൊഴികളും തെളിവുകളും ഇല്ല എന്നായിരുന്നു കോടതി കണ്ടെത്തിയത്. കേസിൽ ഇതുവരെ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത മുഴുവൻ മൊഴികളും ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതുപ്രകാരം കേസ് സംബന്ധിച്ച രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കോടതി വിധി പുറപ്പെടുവിച്ചത്. 2014 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഹൈസ്കൂളിന് +2 അനുവദിക്കാൻ കെ.എം. ഷാജിക്ക് മാനേജ്മെന്റ് കൈക്കൂലി നൽകി എന്നതാണ് കേസ്. മുസ്ലിം ലീഗിൽ പ്രാദേശികമായി പണം പങ്കിട്ടതിനെ ചൊല്ലിയുള്ള തർക്കമെന്ന നിലയിലാണ് വിഷയം ആദ്യം ഉയർന്നു വന്നത്. എന്നാൽ പിന്നീട് ഇത് CPM ഏറ്റെടുക്കുകയായിരുന്നു. CPM പ്രാദേശിക നേതാവ് 2017 മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി. +2 ബാച്ച് അനുവദിക്കാൻ കെ.എം. ഷാജി 25 ലക്ഷം രൂപ കോഴ വാങ്ങി എന്നതായിരുന്നു പരാതി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പരാതിയിൽ 2020 വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിന് പിന്നാലെ കെ.എം. ഷാജിയും ഇഡിക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ 2022 ഈ കേസിൽ കെ.എം. ഷാജിയെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാരും ഇഡിയും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകനായ നീരജ് കിഷൻ കൗളും സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് വി ഹമീദുമാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. കെ.എം. ഷാജിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകനായ നിഖിൽ ഗോയൽ, അഭിഭാഷകനായ ഹാരിസ് ബീരാൻ എന്നിവരും കോടതിയിലെത്തിയിരുന്നു.